എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 70 ഇന്റർ കേരള FC നേരിടുന്നു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ. ഇന്റർ കേരള FCയുടെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുമ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് ഡിഫൻസീവ് ഗെയിം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അബ്ദുള്ളയിലേക്ക് അബ്ദുള്ളയുടെ പാസിംഗ് ആണ്, നല്ലൊരു ഗോൾ കണ്ടെത്താനുള്ള ശ്രമം. ഓഫ് സൈഡ് ട്രാപ്പിൽ പെട്ടുപോവുകയാണ്. എന്തായിരുന്നാലും വീണ്ടും നിജോ ഗിൽബർട്ടിലേക്ക്, നിജോയുടെ പാസ്, മുരുകൻ ആൻഡ് ഗോൾ നമ്പർ 1. ബ്യൂട്ടിഫുൾ, കരുൺ അടിക്കുന്നു ആദ്യത്തെ ഗോൾ. കരുണിനെ പറ്റി ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ മത്സരത്തിൽ അത്രയേറെ കഷ്ടപ്പെട്ട് കളിക്കുന്ന കളിക്കാരൻ കൂടിയാണ്. എന്തായിരുന്നാലും നിജോ ഗിൽബർട്ടിന്റെ അസിസ്റ്റ് ആണ്. നിജോയുടെ നല്ലൊരു തകർപ്പൻ പാസ് ആണ് അവിടെ എത്തിയത്. ഒരൽപ്പം വ്യത്യാസത്തിലാണ് പിടിക്കാൻ കഴിയാതെ പോകുന്നതും. കിട്ടിയ ബോൾ എന്തായിരുന്നാലും വലയിലാക്കാൻ കരുണിന് കഴിയുന്നുണ്ട്. കരുണിന്റെ നല്ല ദിവസമായി മാറുന്നു, ഗുഡ് ഫ്രൈഡേ ആയി മാറുന്നു. 41ാമത്തെ മിനിറ്റിലാണ് ഗോൾ കണ്ടെത്തിയത് KCB. ആദ്യ പകുതിയുടെ വിസിൽ വരുന്നു. ശ്രീരാജ് കട്ട് പാസ് നൽകിയാണ്, ഒരു പവർഫുൾ ഷോട്ട്. ഗിഫ്റ്റിയുടെ ഷോട്ടായിരുന്നു, ക്രോസ് ബാറിൽ ഇടിച്ചു കൊണ്ടുവരികയാണ്. നല്ല തീരുമാനമാണ് അബ്ദുള്ളയുടെ. വീണ്ടും ഒരു പാസ് കൊടുക്കാനുള്ള ശ്രമം അവിടെ ഉണ്ട്. വീണ്ടും ഇന്റർ കേരള FC ഒരു ഷോട്ട് എടുക്കുന്നു ആൻഡ് ക്രോസ് ബാറിൽ തട്ടിത്തെറിക്കുകയാണ്. റഫറിയുടെ ഫൈനൽ വിസിലും വന്നിരിക്കുന്നു. എതിരില്ലാത്ത ഒരു ഗോളിന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് ഈ മത്സരം വിജയിക്കാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഫുൾ ടൈം സ്കോർ KCB 1 ഇന്റർ കേരള FC 0.